വഴി നന്നായിട്ട് ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും. ഇവിടെ എത്ര നാളായി കട തുടങ്ങിയിട്ട്? ഞങ്ങളെല്ലാരും കൂടെ ആയിരുന്നു ഈ റോഡിന്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഉള്ളിൽ വിതുമ്പുന്ന പൂവി നീ വിടരുന്നത് അപരാധമാണോ? നമ്മളിന്ന് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2015 മോഡൽ സെക്കൻഡ് ഹാൻഡ് ഞാൻ മേടിച്ചിട്ടുള്ള റേ ആണ്. ഈ ഒരു വണ്ടിയായിട്ട് നമ്മൾ ഇലവിഴ പൂഞ്ചിറയ്ക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഇലവിഴ പൂഞ്ചിറയ്ക്ക് വേണ്ടിയിട്ട് പുതുതായി പണി കഴിപ്പിച്ച റോഡാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്രയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളുമാണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വർസവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേരാണ് സർ. ഇത് മുട്ടം ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്, അതായത് നമ്മൾ കുടയത്തൂർ നിന്നാണ് വരുന്നത്. കുടയത്തൂർ നിന്ന് വരുമ്പോഴത്തേനും ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈരാറ്റുപേട്ട റൂട്ടിലാണ് പോകേണ്ടത്. തൊടുപുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരെ മുട്ടത്തു നിന്ന് നേരെ ഈരാറ്റുപേട്ട റൂട്ടിലേക്ക് വരിക. ഈരാറ്റുപേട്ട റൂട്ടിൽ നമ്മൾ മേലുകാവ് നിന്നും ഇല്ലിക്കക്കല്ല് പോകുന്ന റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. ആ ഇല്ലിക്കല്ല് പോകുന്ന റൂട്ടിന് കുറച്ച് പോയി കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു പുതിയ റോഡ് ഇലവിഴ പൂഞ്ചിറയ്ക്കായിട്ട് പ്രത്യേകം പണിതിട്ടുണ്ട്. അപ്പം ആ റോഡ് വഴിയായിരിക്കും നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഇത് മേലുകാവ് ജംഗ്ഷനാണ്. ഇവിടെ നമ്മൾ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് കയറിയാണ് പോകുന്ന മുകളിലേക്ക്. യമഹ റേ കൊണ്ടാണ് നമ്മൾ ഇലവിഴ പൂഞ്ചിറയ്ക്ക് പോകുന്നവരും പറഞ്ഞല്ലോ. ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ, സെക്കൻഡ് ഹാൻഡ് എടുത്ത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു വണ്ടിയാണ്. അത്യാവശ്യം അതിന് വിലക്കുറവുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം റീസെയിൽ വാല്യൂം ഈ വണ്ടിക്കുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇലവിഴ പൂഞ്ചിറ മുനിയറ ഗുഹ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമുക്ക് ഇലവിഴ പൂഞ്ചിറ പോകാൻ. നേരെ പോയി കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലാണ്. പുതിയ റോഡായതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്. ഇതിൽ യാത്ര ചെയ്യാനും നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ ഏതൊരു വണ്ടിക്കാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇതിൽ കയറി വരാവുന്നതാണ്. ഈ റോഡ് ഇങ്ങനെ ശരിയാക്കിയതിന് ശേഷം ഒരുപാട് സഞ്ചാരികളാണ് ഈ ഇലവിഴ പൂഞ്ചിറ കാണാനായിട്ട് ഇങ്ങോട്ട് എത്തുന്നത്. ഇവിടെ ഇടയ്ക്ക് നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല ആംബിയൻസാണ് മുഴുവനും. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ലൊരു വ്യൂ കണ്ടപ്പോഴത്തേനും നിർത്തിയതാണ്. നല്ല രസമുണ്ട് ഇവിടെ നോക്കാൻ. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വളവും അതുപോലെ തന്നെ മലയും ഈ പ്രദേശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം നല്ല വെയിലാണ് ഈ സമയം. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര രസമായിരിക്കും വന്നിരിക്കാനും കാണാനൊക്കെ. നല്ല പാറയും ഈ വളവ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ പറ്റുന്നത് അല്ലേ. റോഡ് അടിപൊളിയാട്ടോ. ഈ ചെയ്തിട്ടുള്ള റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ നമ്മളിപ്പം സ്കൂട്ടറിനാണ് കയറി വരുന്നത്. അപ്പോൾ ഏത് വണ്ടികൾക്ക് വേണമെങ്കിലും കയറി വരാൻ പാകത്തിന്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു വഴിയായിരുന്നു. ഇതിനു മുമ്പ് പലതവണ നമ്മൾ ഇലവിഴ പൂഞ്ചിറ പോയിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വഴി ഭയങ്കര മോശമായിരിക്കും. ഈ വഴിയല്ല, നമുക്ക് കാഞ്ഞാറ് വഴി കയറാവുന്നൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിക്ക് വന്നു കഴിയുമ്പോഴത്തേനും നടന്നു പോയിട്ടുണ്ട്, അതുപോലെ ബൈക്കിനൊക്കെ പോയിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള വഴിയായിരിക്കും. ഈ വഴി ഇപ്പോൾ നല്ല ക്ലിയർ ആക്കിയതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് ഇലവിഴ പൂഞ്ചിറ എത്താനായിട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. പൂഞ്ചിറ മല നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. ഇലവിഴ പൂഞ്ചിറ മുനിയറ ഗുഹയിലേക്ക് പോകുന്നത് ഈ വഴിക്കാണേ. കാനനാട് ഗുഹയിലേക്ക് പോകുന്നത് ഈ വഴിക്കാന്ന് തോന്നുന്നു. അമ്മേ, ഭയങ്കര വഴിയാണ്. ഓഫ് റോഡാണ്. അതാണ് ഏറ്റവും ആ ടോപ്പില്ലേ, ആ കാണുന്ന ടോപ്പാണ്
ഇലവിഴ പൂഞ്ചിറ, നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത സ്ഥലം. ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. പൂഞ്ചിറ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ചേച്ചിയുടെ കടയാണിത്. ഓമന എന്നാണ് ചേച്ചിയുടെ പേര്. വഴി നന്നായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും. പണ്ട് ഇവിടെ വഴിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും കൊണ്ട് തരാനൊക്കെ ഉണ്ടായിരുന്നു, അതായത് വെള്ളമൊക്കെ കൊണ്ട് തരാൻ. അപ്പോൾ അതൊരു ഇങ്ങനെ കടയായിട്ടൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയൊരു വീടായിരുന്നു. അപ്പോൾ ആ ചേട്ടത്തിനെ കുറിച്ച് ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചതാണ്. അപ്പോൾ ആ ചേട്ടത്തി മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. ഈ ഭാഗത്തായിട്ട് നമ്മൾ വഴിയില്ലല്ലോ, അന്ന് വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ റോഡ് പണിന്ന് പറഞ്ഞല്ലോ, പണ്ട് ചക്കിക്കാവ് ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടിയായിരുന്നു, നാട്ടുകാരെല്ലാം കൂടി. അതുപോലെ ചക്കിക്കാവ് നിന്ന് പൂഞ്ചിറയിലേക്കുള്ള വഴി ഒരു വഴി എന്ന നിലയിലാക്കിയതിന് എനിക്കും ചെറിയൊരു പങ്കുണ്ട്. അന്നത്തെ സെൻറ് ജോസഫ് കോളേജിലെ ഞങ്ങൾ NSS ടീമും നാട്ടുകാരും ചേർന്നാണ് അത് റെഡിയാക്കിയത്. അത് ഇവർക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ കോളേജിലെ പിള്ളേരെല്ലാം ഇവിടെ എത്ര നാളെ കട ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നല്ലേ? 1.5 വർഷമായിട്ട് ചെറുതായിട്ട് പുതുക്കി അല്ലേ? ആൾക്കാരൊക്കെ വന്നില്ലേ? അതെ അല്ലേ? ഇവിടെ കഴിക്കാനുള്ള അതെ. പൂഞ്ചിറ തടാകം ഇവിടെ കേട്ടോ. ഇവിടെ പൂഞ്ചിറ തടാകം കാണണം. ഈ വഴിയൊക്കെ മോശമാണെന്ന് തോന്നുന്നു അല്ലേ? സ്കൂട്ടർ പോകും ഇതിലേക്കൂടെ. അമ്മേ, വലിയ കുഴിയാ. ഇവിടെ വണ്ടി വെക്കാം, നടന്നു പോകാം. തടാകത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഭയങ്കര ഓഫ് റോഡാണ് ഇവിടെയൊക്കെ. സ്കൂട്ടർ കൊണ്ട് ബൈക്കിന് വേണേൽ വരാൻ കേട്ടോ. പക്ഷേ ഒരുപാട് കല്ലും കൂട്ടമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ സ്കൂട്ടർ അവിടെ വെച്ചു, എന്നിട്ട് നടന്നാണ് പോകുന്നത്. നമ്മൾ പൂഞ്ചിറ തടാകത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ അപ്പടി ചെളിയാട്ടോ. ജീപ്പൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും. അമൃത സരോവർ കുടിവെള്ളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത്. സെക്രട്ടറി, മേലുകാവ് പഞ്ചായത്ത്. ഇതാണ് പൂഞ്ചിറ തടാകം. ഇവിടെയൊക്കെ ശരിക്കും വൈകുന്നേരങ്ങളിലാണ് നല്ലത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇതിപ്പോൾ നല്ല വെയിലുള്ള സമയമാണല്ലോ. ഈ ചിറയിലൊട്ടും ഇല വീഴില്ല എന്നിട്ടോ പറയണേ. അതുകൊണ്ടാണ് ഇതിന് ഇലവിഴ പൂഞ്ചിറ എന്നുള്ള പേര് വന്നെന്ന് പറയുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. ഈ വെയിലുള്ള സമയമായിട്ട് പോലും ഇവിടെ നല്ല കാറ്റുണ്ട്. തണുത്ത കാറ്റ്. നമുക്ക് അത്രയ്ക്ക് വെയിൽ തോന്നുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറങ്ങിപ്പോവാം, സ്റ്റെപ്പ് ഇറങ്ങാം. നല്ല രസം. തടാകത്തിൽ ഇറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തടാകത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഇതാണ് തടാകം. തടാകത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ. നമുക്കിനി മുകളിലേക്ക് പോകാം. ഫലവൃക്ഷത്തൈ നടിയിൽ ഇവിടെ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ദൂരത്തേക്കൊക്കെ ഉണ്ട് കുറേ. അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചേക്കണേ. വണ്ടി കൊണ്ട് വേണേ വരാം, പക്ഷേ വെറുതെ അതിനൊരു പണിയാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ വെച്ചത്. ഫ്രഷ് അപ്പ് റൂം, പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. എന്നാൽ ഇടദിവസമായിട്ട് പോലും ആൾക്കാരുണ്ട്. നമുക്കിവിടെ വണ്ടി വെക്കാം, എന്നിട്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ഇതാണ് പൂഞ്ചിറയിലേക്ക് തിരിയുന്ന വഴി. നടന്നു പോകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ജീപ്പിന് പോകാം. ഇവിടെ പൂഞ്ചിറ വ്യൂ പോയിന്റ് നേരി വെച്ചിട്ടുണ്ട്. ഇടുക്കി കാഞ്ഞാറ്. ഈ വഴിക്ക് നമുക്ക് കാഞ്ഞാറ് പോകാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകുമ്പം ഈ വഴിക്ക് കാഞ്ഞാറ് പോയി തിരിച്ചു പോകാം. ആ വഴി 2 വഴിയും കാണാൻ പറ്റും. നല്ല സൂപ്പർ കാറ്റുണ്ട്. ഇലവിഴ പൂഞ്ചിറ. ഇവിടെ ഒറ്റ മരങ്ങളില്ല. വെള്ളം മേടിക്കണോ? പിടിക്കാം. ഇതിൽ നടന്നും വേണേൽ ജീപ്പിനും നമുക്ക് പോകാം. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് മുകളിൽ വരെ. ഇവിടെ നമുക്ക് ഇടിമിന്നൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ കാറ്റ്. നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നാണ് അവിടുത്തെ ചേട്ടനൊക്കെ പറഞ്ഞത്. ഇവിടെ ഇല വീഴാനായിട്ട് മരങ്ങളുണ്ടാവില്ല. അതാണ് മെയിനായിട്ടും ഇലവിഴ പൂഞ്ചിറ എന്ന് പറയണമെന്ന് തോന്നുന്നു. ഇതാണ് ഇലവിഴ പൂഞ്ചിറ വ്യൂ പോയിന്റ്.
അങ്ങോട്ടാണ്. ആ വ്യൂ പോയിന്റിലേക്ക് തിരിഞ്ഞെടുത്തൊരു കടയുണ്ട്, രവിചേട്ടൻ്റെ കട. പുള്ളിയും നമ്മുടെ ഇവിടെ റോഡ് പണിക്കുണ്ടായിരുന്നായിരുന്നു കേട്ടോ. പുള്ളിയായിട്ട് സംസാരിച്ചു. അന്നത്തെ ഇതുപോലെ റോഡ് വരും, അന്ന് സ്വപ്നം കണ്ടോ, എല്ലാം സെറ്റപ്പായി. അന്ന് വഴി തീരില്ല, ഉണ്ടാക്കി വെക്കുന്നതായിരുന്നു. എന്നിട്ട് പള്ളിക്ക് ക്യാമ്പ് ചെയ്ത് അവിടെ എല്ലാവരും ഭക്ഷണവും കൂടി പരിശ്രമം കൊണ്ടുപോകാൻ എല്ലാം ഒന്ന് സംഘടിപ്പിച്ച് ഉള്ളിൽ സെറ്റപ്പായത് പിള്ളേരെ എല്ലാം കൊണ്ടുവന്ന് പുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്നവരെ തന്നെ ഒരു കെട്ടൊക്കെ കെട്ടി പുള്ളി അങ്ങ് ഇറങ്ങില്ല. പിന്നെ അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അതാ എല്ലാം നല്ല സെറ്റപ്പായി. അങ്ങനെ വരുന്നുണ്ട് ഇപ്പോഴേ തിരക്കുണ്ട്. തണുത്ത സോഡ നാരങ്ങ വെള്ളം. എന്റെ പേര് രവി. എല്ലാവരുമായിട്ട് നല്ല പരിചയം. ഞങ്ങളെല്ലാരും കൂടെ ആയിരുന്നു റോഡിന്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അതെ, നാട്ടുകാരും ഞങ്ങൾ സെന്റ് ജോസഫ് കോളേജിലെ പിള്ളേരും എല്ലാവരും ചേർന്ന് ചക്കിക്കാവ് പോലെ ഇവിടം വരെയുള്ള റോഡ്. ആ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചേരാ കേട്ടോ. ഇത് മുകളിലേക്ക് പോകുന്ന ജീപ്പാണ്. നമുക്ക് വേണമെങ്കിൽ ജീപ്പിനകത്ത് കയറി മുകളിൽ വരെ പോകാം. 500 രൂപയാണ് ജീപ്പിന് മേടിക്കുന്നത്. അതൊരു 3-4 പേർക്ക് നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാം. ഈ ജീപ്പിന് പോയാലും കുറച്ചിടം നിന്നിട്ട് നമ്മൾ പിന്നെ നടന്ന് കയറി പോകണം. പിന്നെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കാഴ്ചകൾ കണ്ടങ്ങ് പോകാം. വൈഫാണ് കേട്ടോ നടന്നു പോകണം. എൻ്റെ വീഡിയോ ഒക്കെ അവളാണ് പിടിച്ചിരുന്നത്. എൻ്റെ ജീപ്പ് ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നടന്നു വേണം പോകാൻ. ഇവിടെ എന്നാ പോലും ഇവിടെ എന്തോ കാഴ്ചയുണ്ടല്ലോ. വാവ്, സൂപ്പർ. ഇവിടെ ആഞ്ഞാറാന്ന് തോന്നുന്നു കാണണേ. ആഞ്ഞാറ് കൂടെയത്തോരൊക്കെ കാണണേ. പുഴയും കാണാം, പിന്നെ നിരകളും. അവിടെ ഒരു വീടുണ്ട്. ഇവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് നമ്മൾ വന്ന വഴിയും തടാകങ്ങളൊക്കെ കാണാം. വാവ്, സൂപ്പറായിട്ട് കാണാം. നമ്മൾ വന്ന വഴി, തടാകം, റോഡ്. ഇനി നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ആളുകൾ ഒരുപാട് വന്ന് പോകുന്നുണ്ട്. ഇതാണ് ടോപ്പ്. ഇവിടെ നമുക്ക് പുതിയ സ്റ്റേഷൻ കാണാം. തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് പഴയ സ്റ്റേഷനുണ്ട്. എൻട്രി റെസ്ട്രിക്റ്റഡ്, അങ്ങോട്ട് കയറാൻ പാടില്ല കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഇലവിഴാപ്പൂഞ്ചിറ ഷൂട്ട് ചെയ്ത മെയിൻ ലൊക്കേഷൻ. ഇലവിഴാപ്പൂഞ്ചിറ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഇതൊക്കെ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നേരത്തെയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു ഇരുന്നിരുന്നേ. ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. പാറയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. മുകളിൽ കയറിയാൽ വാവ്, സൂപ്പർ. നല്ല അടിപൊളിയായിട്ട് കാണാം. അടിപൊളിയായിട്ട് സ്ഥലങ്ങൾ നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും. നല്ലൊരു വ്യൂ ആണ്. വെള്ളം കിടക്കുന്നതും പുഴയെല്ലാം കാണാം. അതുപോലെ ഒരു ബൈനാക്കുലർ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോഴും ഓർത്തു ഒരു ബൈനാക്കുലർ വേണമായിരുന്നു. കാരണം ഒരു ബൈനാക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പഴയ സ്റ്റേഷൻ. അതങ്ങനെ തന്നെയുണ്ട്, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇനി നമുക്കിവിടെ നടന്ന് ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് തീരുവാണ് ശരിക്കും. ഇവിടെ ഒരു വേലി കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോകാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലും നല്ലൊരു വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കിയാലും കാണുന്നത്. നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. വൈകുന്നേരങ്ങളിലാണ് കുറച്ചുകൂടി നല്ലത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് നിന്ന് എടുക്കാനൊക്കെ അടിപൊളിയാണ്. അത് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. കാരണം ദൂരേക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ മലങ്കര ഡാമൊക്കെ അടിപൊളിയായിട്ട് കാണാം. മലങ്കര ഡാമും അതുപോലെ നമ്മുടെ കുടിയത്തൊരു പാലവും വെള്ളം കയറി കിടക്കുന്നതും എല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം. നമുക്ക് താഴോട്ടിറങ്ങി പോകാം. താഴോട്ടിറങ്ങി നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇതെല്ലാം കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് അവിടെ ഒരു 2 പിള്ളേരൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോകാം. പുല്ലിൻ്റെ ഇടയ്ക്കിടെയൊക്കെയുള്ള ഇവിടെ നല്ല രസമാണ്. ഇവിടെ നമ്മൾ ആ പാറയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട്
നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. അന്തരീക്ഷം ക്ലിയർ ആണെങ്കിൽ കുറച്ചും കൂടി, ഇതിപ്പോൾ നല്ല ക്ലിയർ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള നമ്മുടെ ഈ പൂഞ്ചിറ സ്റ്റേഷൻ്റെ ആ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ദൃശ്യം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഇല്ലിക്കക്കല്ല് മല നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നോക്കി, ഒരു മുഖം പോലെ, ഒരാൾ കിടക്കുന്ന ഒരു മുഖം പോലെ ഇല്ല, നോക്കി, അതാണ് ഇല്ലിക്കക്കല്ല്. ഇതാണ് ശരിക്കും പൂഞ്ചിറയുടെ ഒരു ദൃശ്യ ഭംഗി എന്ന് പറയുന്നത്. ക്യാമറയിൽ ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മളിവിടെ നേരിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് പൂഞ്ചിറ. ഇപ്പോൾ പകൽ നമ്മളൊരു വെളുപ്പിന് 6 മണിക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി കിടക്കും, മഞ്ഞിങ്ങനെ നമ്മുടെ ഒപ്പം നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ വൈകിട്ടാണെങ്കിൽ നല്ല തണുപ്പ്, ചില സമയത്ത് കോടമഞ്ഞുണ്ടാവും. കോടമഞ്ഞുള്ള സമയത്ത് നമുക്കിന്ന് സ്ഥലങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, എങ്കിലും നല്ല കാറ്റൊക്കെ ആയിട്ട് നമുക്കിവിടെ നല്ലൊരു അനുഭവമാണ് ഇവിടെ വരിക എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സൂം ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതിനകത്ത് നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ മലങ്കര ഡാം, കൊടിയത്തൂർ പാലം കാണാം, തൊട്ടപ്പുറത്ത് തന്നെ മലങ്കര ഡാമും നമുക്ക് കാണാനായിട്ട് പറ്റും. ബൈനാക്കുലർ ഉണ്ടെങ്കിൽ നല്ല വ്യക്തമായിരിക്കും. ശരിക്കും ഇങ്ങോട്ട് വരുന്നവരൊരു ബൈനാക്കുലറായിട്ട് വരണം, കാരണം എന്നാലാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളും നല്ല വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഉച്ച സമയത്ത് ഒരു തണലെന്ന് പറയുന്നത് ഇവിടെ കേട്ടോ, നല്ല കാറ്റുമുണ്ട്. ക്ഷമയുണ്ടല്ലേ വിശ്രമിക്കാനായിട്ടിരിക്കണേ, അടിപൊളി അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. നമുക്കിതിൻ്റെ അകം ഒന്ന് കാണാം. സിനിമയിൽ ശരിക്കും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, സിനിമ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ പൂഞ്ചിറയിൽ നിന്നും താഴോട്ട് നടന്ന് നീങ്ങുകയാണ്. ഇതാണ് ഇതിൻ്റെ താഴോട്ട് ഇറങ്ങുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ 4 ഭാഗവും നല്ല വ്യൂ ആണ്, ഒന്നും പറയാനില്ല. നമ്മുടെ ചേട്ടൻ എന്തോ ഒരു കാര്യമായിട്ടുള്ളൊരു പരിപാടിയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ്. ചക്കിക്കാവ് കാഞ്ഞാർ റൂട്ടിലാണ് നമ്മളിനി പോകുന്നത്. തിരിച്ചാ വഴിക്കാണ്. ഈ വഴിയാണ് നമ്മൾ പണ്ട് റോഡ് പണി ചെയ്തു എന്ന് പറയുന്നത്. അത് ആ വഴിയാട്ടോ, കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരെ ചക്കിക്കാവ് വഴി കാഞ്ഞാറ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 റോഡും ഇപ്പോൾ നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞങ്ങൾ ഈ വഴി ഭയങ്കര മോശമായിരുന്നു. ഈ വഴി ഒരു വണ്ടി പോലും വരാത്ത രീതിയിലുള്ള വഴിയായിരുന്നു. അപ്പോൾ അന്ന് ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെൻറ് ജോസഫ് കോളേജിൽ, അപ്പോൾ അന്ന് ഞങ്ങളുടെ 10 ഡേ ക്യാമ്പ് ഇവിടെ ചക്കിക്കാവിലായിരുന്നു. അന്ന് ഞങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ വഴി ഇവിടെ ക്ലിയർ ആക്കുക, ഈ വഴി ഒരു വണ്ടി ജീപ്പ് കയറി പോകുമ്പോൾ അതിനാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഇതൊക്കെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേസ്ഡ് അല്ല. ഇവിടെയൊക്കെ അത് ചെറിയ രീതിയിലുള്ള ചിലപ്പോൾ ഇവിടെ എന്നാലും ടാറിങ് ഉണ്ട്, ഓക്കെ, ടാറിങ് ചെയ്തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നോർമൽ രീതിയിലുള്ള ടാറിങ്ങാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ മുകളിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള റോഡാണ്. ശരിക്കും 4 കിലോമീറ്ററാണ് ഈ ചക്കിക്കാവ്, അതായത് പൂഞ്ചിറയിൽ നിന്ന് ചക്കിക്കാവ് വരെ എന്നുണ്ടെങ്കിൽ 4 കിലോമീറ്ററാണ്. ഈ 4 കിലോമീറ്റർ വഴിയാണ്, ഈ വഴിയാണ് ഞങ്ങൾ പണ്ട് വെട്ടിത്തെളിച്ച് ക്ലിയർ ആക്കിയിട്ടുള്ളത്. അന്ന് രാവിലെ പണിക്കിറങ്ങിയാൽ വൈകുന്നേരം വരെ പണി, 4 മണി 5 മണി വരെ പണി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ അവിടെ വന്നിട്ട് വൈകുന്നേരം പിന്നെ കലാപരിപാടികളാണ്. വൈകുന്നേരം ചെന്നിട്ട് പിന്നെ ഞങ്ങളുടെ പാട്ട്, ഡാൻസ്, പ്രസംഗം, അങ്ങനെ കലാപരിപാടികൾ മൊത്തം അതൊരു 8 മണി 9 മണി വരെയൊക്കെ അങ്ങനെ കലാപരിപാടികളായിരിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ എനിക്ക് ശരിക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ഒരു നൊസ്റ്റാൾജിയ. ഇതാണ് പള്ളി. ഇതായിരുന്നു ഈ പള്ളി പാരിഷ് ഹാള്. ഇവിടെയായിരുന്നു ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത്. ഇവിടെ നിന്നാണ് റോഡ് ശരിയാക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറപ്പെട്ടിരുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോണത് വാഗമൺ റൂട്ടും ഇടത്തോട്ട് നമ്മൾ കാഞ്ഞാറിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ കാഞ്ഞാറെത്തി. ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ മൂലമറ്റത്തിനും ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ തൊടുപുഴയ്ക്കും പോകാവുന്നതാണ്. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവി നീ വിടരുന്നതപരാധമാണോ, ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ, നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരു
മംഗളങ്ങളാരോടും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനമേ ദീപാങ്കുരങ്ങളിൽ സ്നേഹാർദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ മംഗളങ്ങളാരോടും മഴനീർക്കണങ്ങളെ